നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യമനിൽ വധശിക്ഷ കാത്ത് കഴിയുകയാണ് മലയാളി നഴ്സ് നിമിഷപ്രിയ. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ സനയിലെ ഹൈക്കോടതിയും ശരിവെച്ചതോടെയാണ് മോചന സാധ്യത മങ്ങിയത്. മരിച്ച തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയാലേ ഇനി മോചനം സാധ്യമാകൂ. ഇതിനുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കറും അറിയിച്ചിരുന്നു. നിയമപരമായ വഴികൾ മാത്രമല്ല, ആചാരങ്ങളും പാരമ്പര്യങ്ങളും അനുസരിച്ച് അവർക്ക് മാപ്പ് ലഭ്യമാക്കാനുള്ള സാധ്യതയും സാമൂഹിക സംഘടനകളുമായി ചേർന്ന് സർക്കാർ പരിശോധിക്കുകയാണെന്നാണ് അന്ന് കേന്ദ്രം ഇതിന് മറുപടി നൽകിയത്. എന്നാൽ നിമിഷയുടെ മോചനത്തിന് വേണ്ടി പരിശ്രമിക്കുമെന്ന് പ്രമുഖ പ്രവാസി വ്യവസായി യൂസഫ് അലി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. മോചനത്തിനായുള്ള പരിശ്രമങ്ങൾ തുടരുകയാണെന്ന് വ്യവസായിയും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനുമായ MA യൂസഫ് അലി വ്യക്തമാക്കിയിരിക്കുകയാണ്. കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ മാപ്പപേക്ഷയ്ക്ക് അനുമതി നൽകണമെന്നുള്ളതാണ് മോചനം വൈകിപ്പിക്കുന്നത്. പ്രശ്ന പരിഹാരത്തിനായി യമനിൽ നിന്നുള്ളവരെ അടക്കം ഉൾപ്പെടുത്തി നവംബർ 9 ദുബായിൽ യോഗം വിളിച്ചിട്ടുണ്ടെന്നും യൂസഫ് അലി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ പിറന്നാൾ ആശംസ അറിയിക്കാൻ എത്തിയപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യൂസഫ് അലിയോട് നിമിഷപ്രിയയുടെ മോചനത്തിന്റെ വിശദാംശങ്ങൾ തേടിയിരുന്നു. ആരോഗ്യപരമായ അവശതയ്ക്കിടയിലും യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ കാര്യമാണ് അദ്ദേഹം ചോദിച്ചതെന്ന് യൂസഫ് അലിയും വെളിപ്പെടുത്തി. ആലുവ പാലസിലെ ഗസ്റ്റ് ഹൌസിൽ ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു യൂസഫ് അലി ഇക്കാര്യം പറഞ്ഞത്. ശബ്ദം പുറത്തു വരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടും അദ്ദേഹം നിമിഷപ്രിയയുടെ കാര്യമാണ് ചോദിച്ചത്. നിമിഷപ്രിയയുടെ വിഷയം എന്തു ചെയ്യുമെന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിന് വിഷയത്തിന്റെ വിശദാംശങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. 2017 ജൂലൈ 25 കേസിനാസ്പദമായ സംഭവം നടന്നത്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയ യമൻകാരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തി വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചെന്നാണ് കേസ്. തലാലിനൊപ്പം ക്ലിനിക് നടത്തുകയായിരുന്നു നിമിഷപ്രിയ. സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദി പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂര പീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിമിഷയുടെ വാദം. നിമിഷപ്രിയയ്ക്ക് മോചനം ലഭിക്കുന്നതിന് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം 50 മില്യൺ യമൻ റിയാൽ, ഏകദേശം 1.5 കോടി രൂപ ദയാവധം ആവശ്യപ്പെട്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതേസമയം ബ്ലഡ് മണി വാങ്ങുന്നതിൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് കൊല്ലപ്പെട്ട തലാലിന്റെ ഗോത്ര തലവൻ പറഞ്ഞത്. യമനിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരെയും ഇത് അറിയിച്ചതായും റിപ്പോർട്ടുണ്ടായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.